എനിക്ക് ഒരു രസമുണ്ടായിരുന്നില്ല സർ. ഞാൻ കരയാത്ത ദിവസങ്ങളില്ല. ഇത് ഇങ്ങനെ അയച്ചു എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, വായിച്ചിട്ട് പറ്റുന്നില്ല, ഫോക്കസ് കിട്ടുന്നില്ല, ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചു സാറിൻ്റെ അടുത്ത് എനിക്ക് പറ്റുമോ, ഇനി ഇരിക്കണോ, എന്താ ചെയ്യേണ്ടത്. അപ്പോഴേക്കും എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ കൂടെ വന്നു. എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കൺഫ്യൂഷൻ മെഡിസിൻസ് എല്ലാം കൂടെ ആയിട്ട് എനിക്കൊരു 2 months എൻ്റെ അത് പോയി. ഞാനിങ്ങനെ ആലോചിക്കും എനിക്കിത് പറ്റുന്നില്ലല്ലോ കൺസിസ്റ്റൻ്റ് ആയിട്ട്. ഇപ്പം എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന എന്താ വെച്ചാൽ നിങ്ങൾ ഇത്ര ഹവർ ഇരിക്കുന്നുണ്ടെങ്കിൽ അത്ര തന്നെ പിറ്റേ ദിവസം ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ മൈൻഡിലിരുന്നത്. പക്ഷെ എന്നാലും എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നു എല്ലാവരും ഉള്ളിൽ ഒരു സെൽഫ് ഡൗട്ട് വരും. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷെ എനിക്ക് പറയാനുള്ളത് അങ്ങനെ നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യത്തിന് ഇരിക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ മുന്നിൽ വരും. അതങ്ങനെ തന്നെ തോന്നണം മിക്ക ആൾക്കാർക്കും. ഹലോ, ഡോക്ടർ ആഷിഖാണ് ഫ്രം ബാട്ടിക്കലി. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഓൾ ഇന്ത്യ റാങ്ക് 424 ആണ്. കഴിഞ്ഞ 2020 നീറ്റ് NDS എക്സാമിൽ വണ്ടർഫുൾ റാങ്ക് ക്രിയേറ്റ് ചെയ്ത ഡോക്ടർ ശ്വേതാലക്ഷ്മിയാണ് ഉള്ളത്. സോ വെൽക്കം ടു നമ്മുടെ ചെറിയൊരു സെഷനിലോട്ട്. ആക്ച്വലി ശ്വേതാലക്ഷ്മിയുടെ ജേർണി ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാര്യം 2016 ബാച്ച് ആയിരുന്നു. ഒരു 2 year ബ്രേക്കിന് ശേഷം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ മറികടന്നിട്ടാണ് ഈ ഒരു വണ്ടർഫുൾ റാങ്കിലോട്ട് എത്തിയിരുന്നത്. സോ ശ്വേതയുടെ ജേർണിയിലോട്ട് പോവാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ വെൽക്കം ശ്വേത. എവിടെയാണ് പഠിച്ചത്, എങ്ങനെയാണ് MDS എന്നുള്ളതിലോട്ട് എത്തിയത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഞാൻ മലബാറിലാണ് പഠിച്ചത്, എടപ്പാളുള്ള മലബാറിലാണ് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഓൾമോസ്റ്റ് ഒരു 2.5 years ഞാൻ ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്തു. അപ്പോഴും MDS ഇങ്ങനെ ഉള്ളിലുണ്ട്, ചെയ്യണം എന്നുള്ളത്. പക്ഷെ എന്തൊക്കെ 2.5 years ക്ലിനിക്കിൽ പോയി. പിന്നെ അത് കഴിഞ്ഞു ഞാനൊരു 24 November എൻ്റെ മാരേജ് കഴിഞ്ഞു. മാരേജ് കഴിഞ്ഞപാട് ഞാൻ നേരെ MDSനാണ് പോയത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞു ജസ്റ്റ് പ്രിപ്പറേഷൻ തുടങ്ങി. ആ സമയത്ത് എനിക്കിങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. ഈ 2 വർഷം ബ്രേക്ക് എടുത്ത് പ്രിപ്പയർ ചെയ്യാണ്. ഇപ്പൊ എത്രത്തോളം ഇനീഷ്യൽ സമയത്ത് എത്രത്തോളം സ്ട്രഗിൾസ് ഉണ്ടാവും? അത് എനിക്ക് പറയണം. കാരണം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, വായിച്ചിട്ട് പറ്റുന്നില്ല, ഫോക്കസ് കിട്ടുന്നില്ല, ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്നുണ്ട്. പക്ഷെ അത് അങ്ങനെയാണ്. നമുക്ക് പഠിക്കാൻ പറ്റില്ല ഇനീഷ്യലി. നമുക്കൊരു പേജ് വായിച്ച് കഴിയണമെങ്കിൽ വരെ നമുക്ക് സമയം എടുക്കും. അപ്പൊ എനിക്കും ഉണ്ടായിരുന്നു അതേ ബുദ്ധിമുട്ട്. ഫോക്കസ് കിട്ടുന്നില്ല, മീൻസ് ഒരു സാധനം നമുക്ക് പെട്ടെന്ന് വായിച്ച് പോകാനുള്ള ഒരു ഇത് വരും, ഇത് തീർക്കണം, പക്ഷെ നമുക്കൊന്നും തലയിൽ കയറില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇരുന്നാലേ മാറുള്ളൂ. ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ താനെ ഫോക്കസ്ഡ് ആവും എന്നുള്ളതാണ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇനീഷ്യൽ റുട്ടീൻ എങ്ങനെയായിരുന്നു? ഇനീഷ്യൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യായിരുന്നു? പിന്നെ എങ്ങനെയാണ് അത് ഇമ്പ്രൂവ് ചെയ്തത്? ഞാൻ ഫസ്റ്റ് ക്ലാസ് കാണാന്നുള്ളായിരുന്നു, ക്ലാസ് കണ്ട് തീർക്കാന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഒരു 50 questions ഒക്കെ ജസ്റ്റ് പൾസ് മീൻസ് സ്ലോ ആയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞു എക്സാം വന്നു, 25 എക്സാം വന്നു. 25 എക്സാം കൊടുത്തു. എനിക്ക് 7000 ആയിരുന്നു റാങ്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചു സാറിൻ്റെ അടുത്ത് എനിക്ക് പറ്റുമോ, ഇനി ഇരിക്കണോ, എന്താ ചെയ്യേണ്ടത്. അപ്പോഴേക്കും എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ കൂടെ വന്നു. അപ്പൊ എനിക്കത് ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ, അല്ലെങ്കിൽ മീൻസ് എനിക്ക് ക്ലിനിക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ ക്ലിനിക്ക് വിട്ടിട്ട് MDSന് വന്നത്. അപ്പൊ എനിക്കിത് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കൺഫ്യൂഷൻ മെഡിസിൻസ് എല്ലാം കൂടെ ആയിട്ട് എനിക്കൊരു 2 months എൻ്റെ അത് പോയി. അത് കഴിഞ്ഞ് ഭയങ്കര ഇതായിട്ട് ഇനി ചെയ്യണോ വേണ്ടോ മീൻസ് ഒരു ഡൗട്ട്, ഇനി ഞാൻ ഇതിന് പോകണോ അല്ലെങ്കിൽ ക്ലിനിക്കിൽ തന്നെ തിരിച്ച് കയറിയാലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ആണ്. ഇങ്ങനെ ചെയ്ത് നോക്ക്, എന്തായാലും പാക്കേജ് എൻ്റെ കയ്യിലുണ്ടല്ലോ, അപ്പൊ പഠിക്കാലോ, എല്ലാം ഉണ്ട്, ഒന്നും കൂടെ ഒന്ന് ഇരുന്ന് നോക്ക്. സാറും പറഞ്ഞു എൻ്റെ അടുത്ത് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പറഞ്ഞു. അങ്ങനെ ഒന്നൊന്ന് പിന്നെയും തുടങ്ങി. ആ സമയം ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് പഠിച്ചതെല്ലാം എല്ലാം പോയി. പിന്നെ അവൾ ആദ്യം ഒന്നൊന്ന് തുടങ്ങി. അപ്പൊ അതിലിങ്ങനെ സാറ് എനിക്കിങ്ങനെ പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ ബുദ്ധിമുട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വരും. അപ്പൊ വന്ന സമയത്ത് എനിക്കിങ്ങനെ സാറിങ്ങനെ പറയും, ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം, നിങ്ങൾ കൺസിസ്റ്റന്റ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും എനിക്കിത് പറ്റുന്നില്ലല്ലോ കൺസിസ്റ്റന്റ് ആയിട്ട്. ഇപ്പൊ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന എന്താ വെച്ചാൽ നിങ്ങൾ ഇത്ര ഹവർ ഇരിക്കുന്നുണ്ടെങ്കിൽ അത്ര തന്നെ പിറ്റേ ദിവസം ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ മൈൻഡിലിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ സാർ ഒരു വോയിസ് മെസ്സേജ് വന്നു, ഇങ്ങനെ നിങ്ങൾ ഇത്ര ഹവേഴ്സ് ഇരുന്ന് പഠിക്കുന്ന എല്ലാ കൺസിസ്റ്റൻസി നിങ്ങൾ ഡെയിലി നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകും. അത് എനിക്ക് ക്ലിക്കായി. അപ്പൊ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് വന്നു, ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കോൺഫിഡൻസ് എനിക്ക് വന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ സാർ പറഞ്ഞ പോലെ എനിക്ക് കുറെ ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നു. ഒരു 2 months ഞാൻ പിന്നിലായിരുന്നു. അപ്പോൾ ഈ പോകുന്ന ക്ലാസ്സിന്റെ കൂടെ തന്നെ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട്
ഇതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി. അതിനൊരു ടാർഗറ്റ് വെച്ചു, ഇത്ര സമയമാകുമ്പോഴത്തേക്ക് ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. ഇതൊരു ഓൾമോസ്റ്റ് ഒരു നവംബറൊക്കെ ആയപ്പോഴത്തേക്ക് ഇടയിൽ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വന്നു. ആ സമയത്ത് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഓവറായിട്ട് MCQയിലൊന്നും കൊടുത്തിട്ടില്ല. ചെയ്യും, പൾസ് ചെയ്യും, ജസ്റ്റ് ചെയ്യും, നോർമലായിട്ട് എല്ലാം ചെയ്തു പോകും. എക്സ്ട്രാ എഫേർട്ടായിട്ട് MCQനൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അതായത് കോൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യുന്നു, അതിന് വേണ്ട ബേസിക് MCQ ചെയ്യുക, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എക്സാംസ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് എൻ്റെ മെയിൻ എയിം എന്താ വെച്ചാൽ എൻ്റെ ബാക്ക്ലോഗ്സ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഫസ്റ്റ് എക്സാം കൊടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, കൺസെപ്റ്റ് ഇല്ലാതെ വെറുതെ MCQ മാത്രം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഫുൾ സബ്ജക്ട് കവർ ചെയ്യാണ്ട് എക്സാമിന് പോവാ, അല്ലെങ്കിൽ പകുതി സാധനം മാത്രം നിർത്തിയിട്ട് പോവാ, അതിലൊരു കാര്യമില്ല. കാരണം ഞാൻ ക്ലിനിക്കൽ സബ്ജക്ട് കൂടുതൽ എൻ്റെ അത്ര സമയം ഉണ്ടായിരുന്നുള്ളൂ കയ്യിൽ. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് എക്സാമിന് പോയത്. അപ്പൊ തന്നെ മനസ്സിലായി ഫുൾ സബ്ജക്ട് ഇല്ലാണ്ട് ഇതിന് ഇരുന്നിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് ക്ലിയർ ആയി. അത് ആസ്പിറൻസിനുള്ള ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ്. കുറെ ആൾക്കാർ വിചാരിക്കുന്ന ലാസ്റ്റ് ഒരു 3 monthsോ അല്ലെങ്കിൽ 4 monthsോ ഇരുന്ന് പഠിക്കാം, നീറ്റ് ക്രാക്ക് ചെയ്യാം. അങ്ങനെ ഒരു ഭയങ്കര തെറ്റിദ്ധാരണയാണ്. തീർച്ചയായിട്ടും കൺസെപ്റ്റ്സ് ഇല്ലാണ്ട് അല്ലെങ്കിൽ സബ്ജക്ട്സ് കംപ്ലീറ്റ് ഇല്ലാണ്ട് നമ്മൾ എക്സാമിന് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ MDS ഗവൺമെന്റ് സീറ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മറക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ്. ഡോക്ടർ ജേണി പറഞ്ഞു, അതിൽ 2025 എക്സാം കഴിഞ്ഞപ്പോൾ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി, വിചാരിച്ച റാങ്കിൽ എത്തിയില്ല, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മെഡിക്കൽ ഇഷ്യൂ വന്നു. സോ എങ്ങനെയാണ് ഈ സെറ്റ് ബാക്കിനെ ഓവർകം ചെയ്തത്? സാർക്ക് ഞാൻ ആ സമയത്ത് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഹസ്ബൻഡ് ഫാമിലി, എൻ്റെ മദർ, ഇവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എഴുതി നോക്ക്, ഒരു വട്ടം കൂടെ അല്ലേ, ജസ്റ്റ് ഇത്രയും സമയമല്ലേ. ഒരു ഹാർഡ്ലി മീൻസ് ഞാനൊരു ജൂലൈ ഒക്കെ ആവുന്ന സമയത്താണ് പിന്നെയും പ്രിപ്പറേഷൻ ഇരിക്കുന്നത്. അപ്പോൾ എക്സാം ഇത്രയും ഡിലേ ആവുമെന്ന് എനിക്ക് അറിയില്ല, കുറച്ചും കൂടെ നേരത്തെ ആവുന്നല്ലേ വിചാരിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞു കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നുള്ള ആ ഒരു മോട്ടിവേഷൻ അതെനിക്ക് മിക്ക ദിവസം മീൻസ് ഒരു വീക്കില് ഒരു 5 days ചിലപ്പോൾ ഞാൻ നല്ലതായിരിക്കും, പക്ഷെ 2 day ആവുമ്പോഴത്തേക്ക് എനിക്ക് പെയിൻ കൂടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ഞാൻ ഡൗൺ ആവും. അപ്പൊ ഇവര് ഇങ്ങനെ പറയും, മോട്ടിവേറ്റ് ചെയ്യും. എസ്പെഷ്യലി ഹസ്ബൻഡ് ഇങ്ങനെ മോട്ടിവേഷൻ തന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ ചെയ്ത് നോക്കുക, കുറച്ചും കൂടെ അല്ലേ, ഇപ്പൊ നീ കഷ്ടപ്പെട്ടാൽ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നിനക്ക് ആ റാങ്കിലേക്ക് എത്താൻ പറ്റും. പിന്നെ നമ്മൾ എന്താന്ന് വെച്ചാല് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രിപ്പറേഷനിൽ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു തുടങ്ങി. പിന്നെ അതൊരു ഹരമായിട്ട് മാറും, ഇങ്ങനെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാന്നുള്ളത്. നമുക്കിങ്ങനെ നമ്മളെ കൺസെപ്റ്റ് കുറച്ചും കൂടി ക്ലിയർ ആകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ വിചാരിച്ച പോലെ നമുക്കൊരു മടുപ്പ് തോന്നില്ല. അതാണ് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു ത്രില്ല് കിട്ടും. കാരണം നമ്മൾ പുതിയൊരു ക്വസ്റ്റ്യൻ കാണുന്നു, അപ്പൊ നമ്മൾ വിചാരിക്കും ഇതായിരിക്കും ഇതിന്റെ ആൻസർ എന്നുള്ള ഒരു ഇത് വരും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കീ നോക്കുമ്പോൾ അതായിരിക്കും ആൻസർ. അപ്പൊ അങ്ങനെ കുറച്ചെണ്ണം റെഡി ആയി കഴിയുമ്പോൾ നമുക്കൊരു ഉള്ളിൽ നിന്നൊരു കോൺഫിഡൻസ് വരും, പറ്റും എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പക്ഷെ എന്നാലും എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നു എല്ലാവരും ഉള്ളിൽ ഒരു സെൽഫ് ഡൗട്ട് വരും. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷെ എനിക്ക് പറയാനുള്ളത് അങ്ങനെ നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ കൂടുതലായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും നമുക്ക് പ്രസന്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ ആ എക്സാം കഴിഞ്ഞ് ആ ഒരു 3 hours മുന്നേ നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അതാണ് എന്റെ ജേർണി എന്ന് ഞാൻ പഠിച്ചത്. എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ ആ 3 hours എന്ത് സംഭവിക്കുന്നു നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ അതന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. റാദർ ദാൻ എന്നെ കൊണ്ട് പറ്റുന്നുള്ള ഒരു തോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഞാൻ തീർച്ചയായിട്ടും നല്ലൊരു രീതിയിലോട്ട് എത്താൻ വേണ്ടി പറ്റുന്നത്. യൂഷ്വലി ഒരു മിത്താണ്, ഈ പ്രൈവറ്റ് ഡെന്റൽ കോളേജിലാണ് ഞാൻ പഠിച്ചത്, അപ്പോൾ എനിക്ക് നീറ്റ് MDS പോലത്തെ ഒരു ഗവൺമെന്റ് സീറ്റിലൊന്നും എത്താൻ പറ്റില്ല എന്നൊരു മിത്തുണ്ട്. അതിനെങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇനീഷ്യലി എനിക്കും ആ തോട്ട് ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെ പറ്റുമോ, സാധിക്കുമോ. മീൻസ് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ സമയത്ത് കോളേജിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ തമ്മിൽ ഇങ്ങനെ ഡിസ്കഷനിൽ വരാറുണ്ടായിരുന്നു. അത് കാരണം സീറ്റ് കുറവാണ്, കുറച്ച് ഗവൺമെന്റ് സീറ്റ്സ് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കുറവാണ്. അപ്പൊ അത് എങ്ങനെ അതിലേക്ക് എത്തും എന്നുള്ള ഒരു ഇത് ഈവൻ എനിക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എനിക്ക് ഉണ്ടായിരുന്നു ഡൗട്ട്, ഇത് എങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവന്നാലല്ലേ ഉള്ളൂ പറ്റും എന്നുള്ളത്. പക്ഷെ വർക്ക് ചെയ്യാതെ വേറെ വഴിയില്ല. ഇരുന്ന് വർക്ക് ചെയ്താൽ അത് കിട്ടും. നമ്മൾ ഒറ്റ കാര്യം മാത്രം വിചാരിച്ച് ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗവൺമെന്റ് കോളേജ് പഠിച്ചതായാലും പ്രൈവറ്റ് കോളേജ് പഠിച്ചതായാലും എങ്ങനെ ഇരുന്നതായാലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പിന്നെ ആ സമയത്ത് എന്ത് പഠിച്ചു എന്നുള്ളതിലല്ലല്ലോ, നമ്മൾ ഇപ്പോൾ എങ്ങനെയാണ് നമ്മളെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്നതിനനുസരിച്ചിരിക്കും. ആ സമയത്തുള്ള തിയറി നോളജ് ഒന്നും നമ്മളെ തലയിൽ ഉണ്ടാവണമെന്നില്ല. ഈവൻ ക്ലിനിക്കിൽ പോയാലും ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ് കിട്ടുക, നമുക്ക് തിയറി ബേസിസിലൊന്നും കിട്ടില്ലല്ലോ. അപ്പൊ ഞാനിപ്പോ 2.5 years വർക്ക് ചെയ്തു പറഞ്ഞാലും എനിക്ക് തിയറി ആ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ പഠിച്ച തിയറി ഒക്കെ ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോകും. നമുക്ക് ക്ലിനിക്കൽ നോളജ് കൂടും, പക്ഷെ തിയറി ആസ് സച്ച് നമുക്ക് കിട്ടില്ല. അപ്പൊ അത് പിന്നെയും ബിൽഡ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളതേ ചെയ്യാനുള്ളൂ.
ബേസിക്കലി വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് നമ്മൾ ഈ 4 ഇയറിൽ നമ്മൾ എന്ത് പഠിക്കുന്നു എന്നല്ല, നമ്മൾ ആ 1 ഇയർ ഇതിനു വേണ്ടി എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു സക്സസിലോട്ട് നമ്മൾ എത്തിക്കുക എന്നുള്ളത്. ബാറ്റിന്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് ഈ കോൺസെപ്റ്റുവൽ ലേണിംഗ് ഒക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോൺസെപ്റ്റുവൽ ലേണിംഗ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നമുക്ക് അതിൽ എടുത്തു പറയേണ്ട കാര്യം ബാറ്റിന്റെ നോട്ട്സാണ്. അത് ഭയങ്കര മീൻസ് ഇവരുടെ ലൈവ് ലെക്ചേഴ്സ് ആയാലും നമുക്ക് അപ്പം തന്നെ ഡൗട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ നോട്ട്സ്, ഞാൻ ലൈവ് ലെക്ചേഴ്സ് കണ്ട് സ്വന്തമായിട്ട് നോട്ട് എഴുതുന്ന ആളായിരുന്നു. അതും ഇവരുടെ സോഫ്റ്റ് കോപ്പി നോട്ട്സും വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഒരു പുതിയ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അതൊന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഈ ഭാഗത്ത് നിന്നുണ്ട് ക്വസ്റ്റ്യൻ എന്നുള്ളത്, നമുക്കൊരു പുതിയത് വന്നാലും എവിടെന്നെങ്കിലുമൊക്കെ ആ ഒരു പോയിന്റ് നമ്മളിലേക്ക് എത്തും എന്നുള്ളതാണ് എനിക്ക്. അപ്പൊ അതിന് കൺസെപ്റ്റ്സ് കുറെ MCQ ചെയ്യാണ്ട് കൺസെപ്റ്റ് ക്ലിയർ ചെയ്തിട്ട് MCQ ചെയ്യണമായിരിക്കും അതിന് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്കൾട്ടിനൊക്കെ പറയുകയാണെങ്കിൽ ആരായിരുന്നു? എനിക്ക് ഐശ്വര്യ സർ, പിന്നെ മൈക്രോബയോളജി പൂജ മാമിന്റെ ക്ലാസ് ഒക്കെ ആ നോട്ട് മതി, വേറെ ഒന്നും വേണ്ട നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ. വേറെ എവിടെയും നിങ്ങൾ ഒന്നിനും തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. പിന്നെ DM ഐശ്വര്യ സാറതായാലും എൻഡോ ആയാലും എല്ലാം ആ നോട്ട്സ്. പിന്നെ ഫാർമക്ക്, പിന്നെ എടുത്തു പറയേണ്ട കാര്യം മെഡിസിന്റെ ക്ലാസ്. മെഡിസിൻ എനിക്ക് ഭയങ്കര ഒരു എങ്ങനെ ഇത് തീർക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. മെഡിസിൻ ഭയങ്കര വാസ്റ്റ് ആയിരുന്നു, ഞങ്ങൾക്കും കുറച്ച് ടഫ് ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ ടെസ്റ്റ് ഇങ്ങനെ ഇല്ലാത്ത സബ്ജക്റ്റ് അല്ലേ. അപ്പൊ ഇത് എങ്ങനെ ഇത് തീർക്കും എന്നുള്ള സമയത്ത് ഇരിക്കുമ്പോഴാണ് സാർ ഇങ്ങനെ ഒരു ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നു, അതിൽ ക്വിസ് ഇടുന്നു. ആ ക്വിസ് മതി, അത് മതി. നിങ്ങൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് റീഡ് കഴിഞ്ഞ് ആ ക്വിസ് നിങ്ങൾ പഠിച്ച് ആ ക്വിസ് തന്നെ പിന്നെയും റിവൈസ് ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്തു, ആ ക്വിസ് തന്നെ പിന്നെയും റിവൈസ് ചെയ്യും, പിന്നെയും അത് തന്നെ ഇരുന്ന് വായിക്കും. അപ്പൊ ആ ഒരു 10 ക്വിസിലുണ്ടെങ്കിൽ അതിൽ ഫുൾ ആ സബ്ജക്റ്റിന്റെ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ കൺസെപ്റ്റ് മുഴുവൻ ആ ക്വിസിലുണ്ടാവും. 2025 ഒരു സെറ്റ് ബാക്ക് വന്നിട്ടുണ്ട്. 2026 കടന്ന സമയത്ത് എന്ത് ഹാബിറ്റാണ് ഇൻക്ലൂഡ് ചെയ്തത്? അതായത് ഒരു സിംഗിൾ ഹാബിറ്റ് പറയുകയാണെങ്കിൽ മാർക്ക് ഇത്രത്തോളം ഇൻക്രീസ് ചെയ്യാൻ സഹായിച്ച ഒരു ഹാബിറ്റ് എന്തായിരിക്കും? ഞാൻ 25 ടൈമർ ഒന്നും വെക്കാണ്ട് ജസ്റ്റ് സാധാ ഒരു പ്രിപ്പറേഷൻ എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഇരുന്ന് പഠിച്ച, അങ്ങനെ ഒരു ടൈം മെഷറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. 26 വന്നപ്പോൾ ഞാൻ ഒരു ടൈമർ വാങ്ങിച്ചു. ടൈമർ സെറ്റ് ചെയ്ത് ടൈം മെഷർ ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനീഷ്യലി അതിൽ അതിനൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഇരിക്കാൻ പറ്റുന്നിടത്തോളം ഇരിക്കാന്നുള്ള. പക്ഷെ നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ആവുമ്പോൾ നമുക്ക് മിനിമം ഒരു 10 hours, ഇത് 10 പോവും. ലാസ്റ്റ് എനിക്കൊരു 14 hours വരെ പോയിട്ടുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കും, നമുക്ക് ഈ 10 hours അല്ലെങ്കിൽ 12 hours ഒന്നും എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഈ ടൈമറിൽ ഈ ടൈം കാണുമ്പോൾ നമുക്കൊരു ഗിൽറ്റി വരാറുണ്ട്. അയ്യോ ഇത്ര സമയമൊന്നും പഠിച്ചിട്ടുള്ളല്ലോ, ഇത്രയും പോയല്ലോ. അത് പിറ്റേന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് ഭയങ്കര നമ്മളെ മുന്നിലിരിക്കുന്ന ഭയങ്കര എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മൾ രാത്രി ഇത് എല്ലാം ഒതുക്കി പിറ്റേന്നത്തേക്ക് പോകുമ്പോൾ ആ ടൈം നോക്കുമ്പോൾ പിന്നെ നമ്മൾ എത്രത്തോളം നമ്മൾ ടൈം കൊടുക്കുന്നു അത്രത്തോളം നമ്മൾ ആൻസൈറ്റി കുറയും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. നമ്മൾ ഷെഡ്യൂൾ ഫോളോ ചെയ്യുന്നു, അതിനെ പ്രോപ്പർലി മാനേജ് ചെയ്യാൻ നോക്കുന്നു. റാദർ ദാൻ ഒരാളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനേക്കാളും സ്റ്റുഡൻസിന് വേണ്ടത് സ്വന്തമായിട്ടുള്ളൊരു സെൽഫ് മോട്ടിവേഷനും അതുപോലെ തന്നെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഷെഡ്യൂളൊക്കെയാണ് വേണ്ടത്. കമ്മിങ് ടു ഫ്യൂച്ചർ ആസ്പിറൻസ്, ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ് അവരോട് പറയാനുള്ളത്? നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യത്തിന് ഇരിക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ മുന്നിൽ വരും. അതങ്ങനെ തന്നെ ആ തോന്നണം മിക്ക ആൾക്കാർക്കും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആഗ്രഹിച്ചിട്ട് ഇരിക്കുമ്പോ നമ്മൾ വിചാരിക്കാത്ത ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും. പക്ഷെ അവിടെ വെച്ച് ചിലപ്പോൾ നിങ്ങൾ നിർത്തിയാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ ഡ്രീം അവിടെ ഉണ്ടാവും. അപ്പൊ അത് അവിടെ വെച്ച് നിർത്താതെ നിങ്ങൾ പറ്റുന്ന പോലെ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഡെയിലി നിങ്ങൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇരിക്കുക. അത് നിങ്ങൾ ഓരോ മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്താലും അത് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അതൊന്നും നമുക്ക് കിട്ടും എന്തായാലും, നമ്മളെ നിരാശപ്പെടുത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. എന്തെങ്കിലും ഫണ്ണി ഹാബിറ്റ്, ഇൻസിഡന്റ് ഒക്കെ പറയാനുണ്ടോ പ്രിപ്പറേഷൻ സമയത്ത്? എന്തെങ്കിലും രസകരമായ സംഭവങ്ങളൊക്കെ നടന്നതോ? എനിക്ക് ഒരു രസം ഉണ്ടായിരുന്നില്ല, ഞാൻ കരയാത്ത ദിവസങ്ങളില്ല. ഇത് ഇങ്ങനെ അയച്ചു മീൻസ് എനിക്ക് കാലം എന്താന്ന് വെച്ചാല് കാലിന്റെ മെഡിക്കൽ കണ്ടീഷൻ എനിക്ക് സയാറ്റിക് ആയിരുന്നു. അപ്പൊ ഭയങ്കര പെയിൻ ആയിരുന്നു. ഞാൻ എന്ത് ആ സമയത്ത് ചെയ്താലും എനിക്ക് രാത്രി കിടക്കുമ്പോഴാണ് ഇതിന്റെ എഫക്റ്റ് മുഴുവൻ. പിന്നെ ചില ദിവസം ഫുൾ ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ പെയിൻ. ഞാൻ കംപ്രഷൻ ബാൻഡ് അത് മാത്രമേ അതിൽ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഒരു ടോപ്പിക്കലായിട്ട് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പെയിൻ കില്ലേഴ്സ് ഗാവ പോലത്തെ എടുക്കാൻ പറ്റുള്ളൂ. പെയിൻ സഹിക്കാന്നല്ലാതെ വേറെ വഴിയില്ല. അപ്പൊ കംപ്രഷൻ ബാൻഡ് ചുറ്റും കാലിങ്ങനെ നീട്ടി വെച്ചിട്ട് എനിക്ക് അറിയില്ല ഞാൻ അന്ന് എങ്ങനെ 14 hours ഈ ബാക്ക് വെച്ചിട്ട് എനിക്ക് കുറെ സമയം ഇരിക്കാൻ പറ്റാത്ത ആളാണ്. എങ്ങനെ ഇരുന്നു എന്ന് എനിക്കറിയില്ല. എനിക്ക് കിടന്ന് വായിച്ച തലക്കേറില്ല.
പക്ഷെ ഞാൻ ഇടയ്ക്ക് കിടന്നിട്ടൊക്കെ വെറുതെയെങ്കിലും ഒരു സമാധാനത്തിന് പഠിക്കുന്നുണ്ടെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറെ ഞാൻ അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അത് ആലോചിക്കണം, എനിക്കിപ്പോ എന്റെ ബാക്ക് വേദന എടുക്കും. അന്ന് ഞാൻ എങ്ങനെ ഇരുന്നു എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഈ നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്നെങ്കിലും നമുക്കൊരു പേഴ്സണൽ ടാർഗറ്റ് ഉണ്ടെങ്കിൽ അതൊന്നും ഒരു തടസ്സമല്ല എന്നുള്ളതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഡോക്ടർ. സോ ഡോക്ടറിന്റെ ജേർണി ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാര്യം ബ്രേക്ക് എടുക്കുന്നു, ബ്രേക്ക് എടുത്ത് പ്രിപ്പറേഷൻ തുടങ്ങുന്നു, മെഡിക്കൽ കണ്ടീഷൻസ് വരുന്നു, യൂഷ്വലി ഇല്ലാത്തൊരു പാറ്റേണിൽ നിന്നും ഒരു ബെസ്റ്റ് റാങ്കിലോട്ട് എത്തിയ പേഴ്സൺ ആണ്. സോ ഓൾ ദി ബെസ്റ്റ്. തീർച്ചയായിട്ടും ഫ്യൂച്ചർ MDS ബ്രാഞ്ചിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ആഗ്രഹിച്ച ബ്രാഞ്ച് തന്നെ കിട്ടാൻ പറ്റട്ടെ എന്നുള്ള കാര്യം വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഫൈനലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, ഐ മീൻ പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട് കുറേ ആൾക്കാർക്കുള്ള കൺസേൺ ആണ് ബ്രേക്ക് എടുത്ത് വരുന്ന സമയത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ഐ മീൻ ബ്രേക്ക് എടുത്തുന്ന കുറേ തടസ്സങ്ങളുണ്ട്. കാര്യം മേ ബി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഹൗസ് സയൻസിൽ തന്നെ പഠിക്കുക എന്നുള്ളത് തന്നെയാവും. കാര്യം ഫസ്റ്റ് ഗോൾ തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ലെസ് പ്രഷർ കുറഞ്ഞ സമയമാണ്. ബട്ട് ഡോക്ടറിനെ സംബന്ധിച്ച് മാരീഡ് ആണ്, 2 year ഗ്യാപ്പ് ഉണ്ട്, അതിനിടയിൽ ഒരു മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. സോ ഇതെല്ലാം കൂടി മാനേജ് ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ്? എനിക്ക് പൊതുവെ ഒരു സാറ്റർഡേ വരെ എന്റെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ നല്ല എനർജറ്റിക് നോർമലി പോകും. സൺഡേ ഞാൻ പ്ലാൻ ചെയ്യും, പക്ഷെ എനിക്ക് വിചാരിച്ച പോലെ പറ്റാറില്ല. പക്ഷെ അത് ഓക്കെയാണ്, നിങ്ങൾ ഒരു ദിവസമൊക്കെ ബ്രേക്ക് എടുക്കുന്ന ഓക്കെയാണ്, എല്ലാം വേണം നമുക്ക്. പക്ഷെ മൺഡേ തിരിച്ച് അതേപോലെ ചെന്നിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സൺഡേ ആ ബ്രേക്ക് വന്നാലും മൺഡേ നിങ്ങൾ ആ സമയത്ത് നിങ്ങളെ പ്ലേസിൽ ഉണ്ടാവണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. യൂഷ്വൽ പാറ്റേൺ ഈ പറഞ്ഞ പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാം. ബട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ തുടങ്ങിയത് അതുപോലെ തുടങ്ങണം എന്നുള്ളത് തന്നെയാണ്. അത് ഒരു ട്രാക്കിലായി കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും. ആദ്യത്തെ കുറച്ച് സമയം ചിലപ്പോൾ നമുക്ക് കുറച്ചൊരു ലാഗ് പോലെയൊക്കെ വരും. പക്ഷെ വൺസ് നിങ്ങൾ ആ ഒരു എൻഡ് ഓഫ് ദ പ്രിപ്പറേഷൻ എത്തുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ ഫോക്കസ്ഡ് ആയി. പിന്നെ ഔട്ടർ നോയ്സസ് ഒക്കെ കുറയ്ക്കുക, ആ പ്ലേസിൽ ഇരുന്ന് പഠിക്കാന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. ഈ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത്, റിവിഷൻ സമയത്തൊക്കെ എങ്ങനെയാണ് എക്സാം എഴുതിയിരുന്നത്, ഗ്രാൻഡ് ടെസ്റ്റ് എഴുതുന്നതിന്റെ പാറ്റേൺ, അതുപോലെ തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ബിഗിനിങ് ടു ഒരു എൻഡ് ഒക്കെ ആയപ്പോൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു 800 ക്വസ്റ്റ്യൻസ്. ഇനീഷ്യലി അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നു? ഇനീഷ്യലി ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഇനീഷ്യലി കൺസെപ്റ്റ് ഇല്ലല്ലോ സാർ. അപ്പൊ നമ്മള് ജസ്റ്റ് ചിലതൊക്കെ നോക്കി ആൻസർ കീ നോക്കി ഓക്കെ ഇതിന്റെ ആൻസർ ഇതാണ് അത്ര. വീഡിയോയിലൊക്കെ നമ്മൾ 800 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തു ടോപ്പർ എന്ന് പറയുന്ന സമയത്ത് തള്ളാന്നൊക്കെ വിചാരിച്ചിരുന്നു. അങ്ങനെയല്ല, എനിക്ക് ഇത് എങ്ങനെ ഇവരെ കൊണ്ട് സാധിക്കും. കാരണം എനിക്ക് 25ന്റെ സമയത്ത് ഇങ്ങനെ മീറ്റിംഗ്സ് നടക്കുമ്പോൾ ഞാൻ റെഗുലർ ആയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാറുള്ള ആളായിരുന്നു. അപ്പൊ അതിൽ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മെസ്സേജ് വരുന്നത് ഇങ്ങനെ 800 ക്വസ്റ്റ്യൻ ചെയ്തു പറഞ്ഞിട്ട് ഇങ്ങനെ അതിലിങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെച്ചു 800 ക്വസ്റ്റ്യൻ ഒക്കെ ഇവരെങ്ങനെയാ ചെയ്യണം, ഇതൊക്കെ പറ്റുമോ, ഇതെങ്ങനെ ഇവര് സാധിക്കുന്നുള്ളൊരു അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മളിങ്ങനെ പഠിച്ച് ലാസ്റ്റ് എത്തുമ്പോഴേ നമുക്കതൊരു ത്രില്ലായിട്ട് മാറും. ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത് നാളെ കുറച്ചും കൂടെ കൂടുതൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുള്ളതാണ്. ഓക്കെ, ഫൈനലി പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടം പോലെ ഓപ്പോസിറ്റ് കാര്യങ്ങളുണ്ടാവും. ബട്ട് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് എത്താൻ വേണ്ടി പറ്റുന്നുള്ളതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ്. സോ ജേണിയിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് സക്സസ് ഉണ്ടാവും എന്നുള്ളതിന്റെ ഒരു ജേണി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.